Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 8 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ബയോകെമിസ്ട്രിയിലെ ലാബ് സേഫ്റ്റി ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഫസ്റ്റ് എയ്ഡ് ലബോറട്ടറി ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഹസാർഡ് സിംബൽ. ഓപ്ഷൻ എ റേഡിയേഷൻ ഹസാർഡ്, ഓപ്ഷൻ ബി റെസ്പിറേറ്ററി ഇറിറ്റന്റ്, ഓപ്ഷൻ സി ബയോളജിക്കൽ ഹസാർഡ്, ഓപ്ഷൻ ഡി ഇമേജ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പിക്ചർ കൊടുത്തു, അത് ഏത് ഹസാർഡ് സിംബലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, കറക്റ്റ് ആൻസർ എന്താണ്? ബയോളജിക്കൽ ഹസാർഡ്. സത്യം പറഞ്ഞാൽ നമുക്ക് PSC ഈ പിക്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് PSC പിക്ചർ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അപ്പൊ നമുക്ക് കുറച്ച് ഹസാർഡ് സിംബൽസുകൾ പഠിക്കാം. ലാബിൽ കാണുന്ന കുറച്ച് ഹസാർഡ് സിംബൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതില് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിംബൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ സിംബൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം നമുക്ക് കണ്ട് മനസ്സിലാക്കാണ് ഓരോ സിംബലും വേണ്ടത്. രണ്ടാമത്തേത് ഷാർപ്പ് ഓബ്ജക്റ്റ് ആണ്, കാരണം നമ്മൾ കൈ തട്ടിയാൽ മുറിയും, അത്രയും ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് അതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിംബൽ അതിന്റെ മുകളിൽ ഒട്ടിച്ചിടാം. അതുപോലെ ഹോട്ട് സർഫേസ് ആണ്, നമ്മൾ ആ ഒരു സർഫേസ് ചൂടുണ്ട്, നല്ല ഹോട്ട് ആയിട്ടുള്ള സർഫേസ് ആണ്, അപ്പൊ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിംബൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് കോൾഡ് ഹസാർഡ്. കോൾഡ് ആണ്, നമ്മൾ ചൂട് പറഞ്ഞതുപോലെ അത്രത്തോളം തണുപ്പുള്ള ഒരു ഏരിയ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഹസാർഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ കോൾഡ് ഹസാർഡിന്റെ സിമ്പിൾ കൊടുക്കും. പിന്നെ അടുത്തത് കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഡ്രസ്സിലോ ശരീരത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള അത്രയുമുള്ള ഹസാർഡസ് ആയിട്ടുള്ളതിനാണ് നമ്മൾ കൊറോസീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് HCl ഒക്കെ കൊറോസീവ് ആണ്. നമ്മൾ കയ്യിലായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ആ ഒരു ടിഷ്യൂസ് ഡാമേജ് ആവും. അതാണ് കൊറോസീവ് സബ്സ്റ്റൻസസ്. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്. ഇലക്ട്രിക്കൽ ഹസാർഡ് എന്നാൽ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ് ആണ്. പിന്നെ ടോക്സിക് ആണ്, നമ്മളുടെ പോയ്സൺ ആണ് അല്ലെങ്കിൽ ടോക്സിക് മെറ്റീരിയൽ ആണെന്ന് കാണിക്കാൻ നമുക്ക് ഈ ഒരു ടോക്സിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ടോക്സിക് ഹസാർഡിന്റെ സിംബൽ കൊടുക്കാം. അടുത്തത് ഫ്ലെയിമബിൾ. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തുന്ന ടൈപ്പ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിമബിൾ മെറ്റീരിയൽസിന്റെ ഹസാർഡ് കൊടുക്കാം. അടുത്തത് ബയോ ഹസാർഡ്. നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ, ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും, അപ്പോ എയ്ഡ്സിന്റെ സാമ്പിൾ ആണ്, അങ്ങനെയുള്ള സാമ്പിൾസ്, എയ്ഡ് പേഷ്യന്റിന്റെ സാമ്പിൾ, അതൊക്കെ ബയോളജിക്കൽ ഹസാർഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളത് കാണിക്കാൻ നമുക്ക് ബയോ ഹസാർഡിന്റെ സിമ്പിൾ യൂസ് ചെയ്യാം. പിന്നെ ലേസർ ഹസാർഡ് കാണിക്കാൻ ലേസർ ഹസാർഡിന്റെ സിമ്പിൾ യൂസ് ചെയ്യാം. റേഡിയേഷൻ ഹസാർഡ്സ് കാണിക്കാൻ വേണ്ടി, ഇപ്പൊ നമുക്ക് എക്സ്റേന്റെ മുന്നിലും അങ്ങനെയുള്ള റേഡിയേഷൻ ഹസാർഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷന്റെ ഹസാർഡ് സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ സിമ്പിളും നോക്കി വെക്കുക. പിന്നെ അടുത്തത് എക്സ്പ്ലോസീവ്. എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളത് കാണിക്കാൻ വേണ്ടി എക്സ്പ്ലോസീവിന്റെ മെറ്റൽസ്. നിങ്ങൾ ഓരോന്നും നോക്കിയാൽ വരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. ഇപ്പൊ ഷാർപ്പ് ഓബ്ജക്റ്റിന്റെ ആയിക്കോട്ടെ, എക്സ്പ്ലോസീവിൻ്റെതായിക്കോട്ടെ, ഫ്ലെയിമബിളിന്റെ ആയിക്കോട്ടെ, ടോക്സിക്കിന്റെ ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് ആ ഒരു സിമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, നീഡിൽ പ്രിക്ക് ഇഞ്ചുറി ബിലോങ്സ് ടു ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ് ആൻഡ് ഇലക്ട്രിക്കൽ ഹസാർഡ്. നീഡിൽ പ്രിക്ക് ഇഞ്ചുറി എന്ന് പറയുന്ന ഏതിൽ വരുന്നതാണ്? യെസ്, ബയോളജിക്കൽ ഹസാർഡ് ആണ് അല്ലെ. കാരണം നമ്മളിപ്പോ ഒരു എയ്ഡ്സ് പേഷ്യന്റിന്റെ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യായിരുന്നു. അപ്പൊ ആ കളക്ട് ചെയ്യുന്ന സമയത്ത് അവര് കളക്ട് ചെയ്ത ആ ഒരു നീഡിൽ നമ്മളുടെ കയ്യിലും തട്ടി നമുക്ക് ഇഞ്ചുറി ആയി. അപ്പൊ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അവർക്ക് വന്ന ഇൻഫെക്ഷൻസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ സോ അതൊരു ബയോളജിക്കൽ ഹസാർഡ് കാറ്റഗറിയിലാണ് നമുക്ക് ഈ നീഡിൽ പ്രിക്ക് ഇഞ്ചുറി എന്നുള്ളത് കണക്കാക്കുക. അല്ലാണ്ട് നീഡിൽ പ്രിക്ക് കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഇഞ്ചുറി വലിയൊരു ഫിസിക്കൽ ഹസാർഡ് ഒന്നും അല്ല അല്ലെ. പക്ഷെ നമുക്ക് ഇതേപോലെയുള്ള ആ പേഷ്യന്റിന് വന്നിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അതെന്താണ്? ബയോളജിക്കൽ ഹസാർഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹസാർഡ്, ലാബിൽ വരുന്ന ഈ ഹസാർഡ്സിനെ നമുക്ക് മെയിൻലി കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ്, ഫയർ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.
സോ എന്താണ് ഈ ഓരോമെന്നു എന്നുള്ളത് ബേസിക് ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ ഞാൻ ഈ ഒരു ടേബിളിൽ ബേസിക് എന്താണ് ഒരു കെമിക്കൽ ഹസാർഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ബയോളജിക്കൽ ഹസാർഡ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടേബിളിന്റെ ഉദ്ദേശം. കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് അല്ലെ, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ചിലപ്പോൾ ബേൺസ് ഉണ്ടാക്കാം, ചിലത് നമുക്ക് പോയിസൺ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവാം, ചിലത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവാം, ചിലത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന, അതായത് മീൻ പോയിസൺസ് ഒക്കെ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാറ്റഗറി ഉള്ളതിനെയാണ് നമ്മൾ കെമിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. കെമിക്കൽസ് നമുക്ക് എന്തുണ്ടാക്കാം, ബുദ്ധിമുട്ടുണ്ടാക്കാം. ചിലപ്പോൾ അത് ബേൺസ് ഉണ്ടാക്കാം, ചിലപ്പോൾ പോയിസണിങ് ആവാം, ടോക്സിക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെയുള്ള കെമിക്കൽസിനെയാണ് കെമിക്കൽ ഹസാർഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ആസിഡ്സ്, ടോക്സിക് ഫ്യൂംസ്, റിയാക്റ്റീവ് ആയിട്ടുള്ള ഏജന്റ്സ്, ചില സോൾവെന്റ്സുകൾ, ഇതെല്ലാം നമ്മൾ കെമിക്കൽ ഹസാർഡ്സിൽ വരും. അടുത്തതാണ് ബയോളജിക്കൽ ഹസാർഡ്. ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഓർഗാനിസം അല്ലെങ്കിൽ ബയോളജിക്കൽ മെറ്റീരിയൽ ദാറ്റ് കോസ് ഇൻഫെക്ഷൻ ഓർ അലർജി. നമുക്ക് ഇൻഫെക്ഷൻസോ അലർജിയോ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ബയോളജിക്കൽ മെറ്റീരിയൽസ് നമുക്ക് ബയോളജിക്കൽ ഹസാർഡിലാണ് വരുന്നത്. ഇപ്പൊ ബ്ലഡ് സാമ്പിള് അതൊരു ഹസാർഡ് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ ബയോളജിക്കൽ ഹസാർഡിൽ പറയാം. അല്ലെങ്കിൽ സാമ്പിളുകൾ ഉണ്ടാവില്ല, ഇപ്പൊ യൂറിൻ സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ, എല്ലാം നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാക്കാൻ കാര്യമുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ബയോളജിക്കൽ ഹസാർഡ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. ഫയർ ഹസാർഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസസ് ഓർ കണ്ടീഷൻ ദാറ്റ് മേ ബി ലീഡ് ടു ഫയർ ഓർ എക്സ്പ്ലോഷൻ. നമ്മൾ ഫയറോ അല്ലെങ്കിൽ എക്സ്പ്ലോഷനോ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസിനെ നമുക്ക് ഫയർ ഹസാർഡ് കാറ്റഗറിയിൽ പറയാം. അപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ ഗ്യാസ് ബേണർ, അതുപോലെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ്, ആൽക്കഹോൾസ്, ഇതൊക്കെ കത്താനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള കാറ്റഗറിയുള്ളവരെ നമുക്ക് ഫയർ ഹസാർഡ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. പിന്നെ അടുത്തത് ഇലക്ട്രിക്കൽ ഹസാർഡ്. നമ്മൾ ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ, കാരണം നമുക്ക് ഷോക്കും അതുപോലെ ഫയറും ബേൺസ് ഒക്കെ ഉണ്ടാവാറില്ലേ, ഇലക്ട്രിസിറ്റി കാരണം നമുക്ക് പൊള്ളാറില്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയാം. അപ്പൊ ചിലത് നമുക്ക് എന്താവാം, നമ്മളിപ്പോ ഡാമേജ്ഡ് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൈ നനഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ടച്ച് ചെയ്യില്ല, ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്സിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ സോക്കറ്റ്സിൽ ഓവർലോഡ് സംഭവിച്ചിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരാം. അതെല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ ഹസാർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതിലുള്ള എന്താണ് ഈ കെമിക്കൽ ഹസാർഡ്, എന്താണ് ഈ ഫയർ ഹസാർഡ്, എന്താണ് ബയോളജിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിലുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഇതൊരു ഇലക്ട്രിസിറ്റി ഹസാർഡ് ആണോ ഫയർ ഹസാർഡ് ആണോ, ഇപ്പൊ ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാം. അതിനു വേണ്ടി ജസ്റ്റ് ഒരു ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ ടോക്സിക് കെമിക്കൽ ഫ്രം ദ ഫോളോവിങ്. ഓപ്ഷൻ എ സോഡിയം അസൈഡ്, ഓപ്ഷൻ ബി ബെൻസിഡിൻ, ഓപ്ഷൻ സി നാഫ്തലമീൻ, ഓപ്ഷൻ ഡി സെലനേറ്റ്. അതായത് താഴെയുള്ളതിൽ ടോക്സിക് കെമിക്കൽ ഏതാണ്? ആൻസർ സോഡിയം അസൈഡ് ആണ്. കാരണം നമുക്ക് ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് അതായത് കെമിക്കൽ ഹസാർഡ്സിനെ നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ടാവും, അതുപോലെ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഉണ്ടാവും, അതുപോലെ കൊറോസീവ്, അങ്ങനെ ഓരോ കെമിക്കൽ ഹസാർഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലോസീവ്. എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സഡൻ റിലീസ് ഓഫ് പ്രഷർ ഗ്യാസസ് ആൻഡ് ഹീറ്റ്. അതായത് പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ, നമ്മൾ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് നമ്മൾ എക്സ്പ്ലോസീവ് കെമിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്? അസൈഡ് ഗ്രൂപ്പ്, നൈട്രോ കോമ്പൗണ്ട്സ്, അതുപോലെ പിക്രിക് ആസിഡ്, പെറോക്സൈഡ്സ്, ഇതൊക്കെ എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽസ് തന്നിട്ട് ഇതിൽ എക്സ്പ്ലോസീവ് ഏതാണ്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലോസീവ് അല്ലാത്തത് ഏതാണ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. അസൈഡ് ഗ്രൂപ്പുകള്, അതുപോലെ തന്നെ നൈട്രസോ ഗ്രൂപ്പുകള്, ഡയസോ ഗ്രൂപ്പുകള്, പെറോക്സൈഡ്, പിക്രിക് ആസിഡ്, ഇതെല്ലാം എന്താണ്, നമുക്ക് എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. സോ നമ്മൾ അത് എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത് ദാറ്റ് അവോയ്ഡ് ഫ്രം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഹീറ്റിന്നും അതുപോലെ ഫ്രിക്ഷൻസിന്നും ഷോക്കിന്നും ഒക്കെ നമ്മൾ എവേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പൊ പിക്രിക് ആസിഡും അസൈഡ് ഒക്കെ ആണെങ്കിൽ, ലെഡ് അസൈഡ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് വാട്ടർ ആൻഡ് അണ്ടറിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇൻഹിബിറ്റർ ആയിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ പിക്രിക് ആസിഡ് കീപ്പ് ചെയ്യുന്ന എവിടെയാണ്?
നിട്രിക് ആസിഡ് അതുപോലെ അസൈഡ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് വാട്ടറിന്റെ അണ്ടറിലാണ്. കാരണം അത് എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് നമ്മൾ വാട്ടറിന്റെ അണ്ടറിലാണ് കീപ്പ് ചെയ്യുന്നത്. ആ പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ്. ഇപ്പൊ നമുക്ക് റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഗ്യാസസ് കാറ്റഗറിയിൽ നമുക്ക് ഹസാർഡസ് ഗ്യാസസ് പറയാം കേട്ടോ. ഹസാർഡസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ നമുക്ക് ഈ കാറ്റഗറിയിൽ പറയാം. ഇപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് ഗ്യാസസ്, അതുപോലെ തന്നെ നമുക്ക് ക്ലോറിൻ ഗ്യാസസ്, അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസസ് അല്ലെങ്കിൽ ഫോസ്ജീൻ ഗ്യാസസ്, ഇതൊക്കെ നമുക്ക് ഈ ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. ക്ലോറിന്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ എന്താണ് നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. സോ അത് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നാ പറയുന്നത്, പ്രോപ്പർ വെന്റിലേഷൻസ് ഉള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ അതിന്റെ ലീക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അതിന്റെ സിലിണ്ടർ നമ്മൾ ഗ്യാസസ് ആണെങ്കിലോ അതിന്റെ സിലിണ്ടർ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതെങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് നോട്ട് ചെയ്ത്. ഇനി അടുത്തതാണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്. ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് എന്ന് പറഞ്ഞാല് liquids that vaporize and ignite easily. ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഇല്ലേ, കത്തുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഈതർ, അസറ്റോണ്, ബെൻസീന്, ആൽക്കഹോള് നോട്ട് ചെയ്ത് വെക്കുക. ഈതർ, അസറ്റോണ്, ബെൻസീന്, ആൽക്കഹോള് ഇതെല്ലാം എന്താണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അപ്പം നമ്മൾ അത് സ്റ്റോർ ചെയ്യേണ്ടതാണ്. ദാറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലെയിമബിൾ ക്യാബിനറ്റിലായിരിക്കും, അതായത് ഫയർ പ്രൂഫ് ആയിട്ടുള്ള ക്യാബിനറ്റിലായിരിക്കും നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. എവേ ഫ്രം ഫ്ലെയിം എന്ന് എവേ ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ടാവും. ഇപ്പോ സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് പോലെയുള്ള സോളിഡ്സ് ആണെങ്കിലും നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരെയും നമ്മൾ ഓർത്ത് വെക്കുക. ഫ്ലെയിമബിൾ സോളിഡ്സ് ആണ് സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫറസ് പോലുള്ളത്. സോ അതുവരെ എന്ത് ചെയ്യാം, ഫ്രിക്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും ഇതേപോലെ കത്തുന്ന ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് വരുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഡ്രൈ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ്. നമ്മൾ ഹീറ്റിന്നും എയറിനും ഒക്കെ ഹെവി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്ലെയിമബിൾ സോളിഡ്സിന് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് പൈറോഫോറിക് മെറ്റീരിയൽ. പൈറോഫോറിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ chemicals that ignite spontaneously in air below 45 degrees Celsius. If below 45 degrees Celsius താഴെ അവർ എന്ത് ചെയ്യും എന്നാ പറയുന്നത്, സ്പോണ്ടേനിയസ്ലി ഇഗ്നൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ആൽക്കൈൽ ലിഥിയം, ഫോസ്ഫറസ്, കാൽഷ്യം, അതായത് മെറ്റാലിക് കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നമുക്ക് ഈ പൈറോഫോറിക് മെറ്റീരിയലിൽ വരുന്ന അവർ 45 ഡിഗ്രി സെൽഷ്യസിന് താഴെ എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ്ലി ഇഗ്നൈറ്റ് ചെയ്യും. നമ്മളത് സ്റ്റോർ ചെയ്യേണ്ടത് ദാറ്റ് അവോയ്ഡ് ഫ്രം എയർ കോണ്ടാക്ട് എവേ ആയിട്ട്, എയർ കോണ്ടാക്ട് ഒരിക്കലും വരാൻ പറ്റില്ല, ആ രീതിയിലാണ് നമ്മൾ അവരെ കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ടു ഇഗ്നൈറ്റ് ആൻഡ് റിയാക്ട് വിത്ത് ഫ്യൂൽ. അതായത് അവർ ഓക്സിഡൈസർ കെമിക്കൽസ് ദാറ്റ് ക്യാൻ ജനറേറ്റ് ഓക്സിഡേഷൻ ഓഫ് ഇഗ്നിഷൻ ഓഫ് അതർ കെമിക്കൽ ബൈ റിലീസിങ് ഓക്സിജൻ എന്നാണ് പറയുന്നത്. സോ അവർ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ റിലീസ് ചെയ്യും. സോ അവർ കത്തുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും എന്നാ പറയുന്നത്, അല്ലെങ്കിൽ റിലീസിങ് ഓർ ഡൊണേറ്റിംഗ് O2. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഓക്സിഡൈസർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ, അമോണിയം പെർക്ലോറേറ്റ്, അതുപോലെ തന്നെ ബ്രോമിന്, ക്രോമിക് ആസിഡ് ആണ് പെറോക്സൈഡ് കാറ്റഗറി. പെറോക്സൈഡ് കാറ്റഗറി പറയുമ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെയാണ് ഈ പെറോക്സൈഡ് കാറ്റഗറിയിൽ വരുന്നത്. സോ ഈ ഓക്സിഡൈസർ ആയിക്കോട്ടെ പെറോക്സൈഡ് ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും ഈ മെറ്റൽസൊന്നും ലൈറ്റൊന്നും റിയാക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ അവേ ആയിട്ടാണ് കീപ്പ് ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ അവരെ കീപ്പ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ മെറ്റാലിക് കണ്ടെയ്നേഴ്സിലൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കീപ്പ് ചെയ്യാറില്ല. സോ അത് റിലേറ്റഡ് ആയിട്ട്
എപ്പോഴും അത് നമ്മളെ ഫ്രിക്ഷൻസ് എന്നൊക്കെ എപ്പോഴും എവേ ആയിട്ട് വേണം എന്ത് ചെയ്യാന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളത് മര്യാദയ്ക്ക് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഡിസ്കളറേഷൻ വരും. അപ്പൊ പിന്നെ നമുക്കത് എന്തായിട്ട് വരേണ്ടി വരും, ഒഴിവാക്കേണ്ടി, അതായത് ഡിസ്കാർഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ നെക്സ്റ്റ് പോയിസൺസ് ഓർ ടോക്സിൻസ്. പോയിസൺസും അതുപോലെ ടോക്സിൻസും. സോ അതെന്തായിരിക്കും, നമുക്ക് നമ്മളെ ടിഷ്യൂസിന് ഹാം ആയിരിക്കും. ചിലപ്പം ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടോ, അതായത് അക്യൂട്ട് ആയിട്ടോ ലോങ് ടേം ആയിട്ടോ ക്രോണിക് ആയിട്ടോ നമുക്ക് ആ ടിഷ്യൂസിന് ഹാംഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് പോയിസൺ ഓർ ടോക്സിക് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ സയനൈഡ്, മെർക്കുറി, ലെഡ്, വിനൈൽ ക്ലോറൈഡ് ഇതെല്ലാം നമ്മൾ പോയിസൺ ഓർ ടോക്സിൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. നമുക്ക് ഡയറക്റ്റ് എക്സ്പോഷർ എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഹാർംഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ടോക്സിക് കെമിക്കൽസ് അല്ലെങ്കിൽ പോയിസൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കൊറോസീവ്സ്. കൊറോസീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടിഷ്യൂസ് നമ്മൾ ടിഷ്യൂ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂസിനെ നശിപ്പിക്കുന്ന, കരിച്ചു കളയുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ടല്ലേ. നമുക്ക് ഇപ്പോ കോൺസെൻട്രേറ്റ് HCl ആയിക്കോട്ടെ, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമ്മളെ കയ്യിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ആയി കഴിഞ്ഞാൽ അത് കത്തിപ്പോവും. അങ്ങനെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് കൊറോസീവ് കെമിക്കൽസ് എന്ന് പറയാ. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ NaOH, KOH, HCl ഇതെല്ലാം നമുക്ക് എന്താണ്, കൊറോസീവ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. സോ അത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ബ്രൗൺ ബോട്ടിൽസ് ആണ്. സോ അപ്പോൾ നമ്മൾ ഇപ്പൊ ആസിഡ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആസിഡ് വാട്ടറിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ വാട്ടർ ആസിഡിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് ഇറിറ്റന്റ് ആൻഡ് ഹാർംഫുൾ ആയിട്ടുള്ളത്, നമ്മളുടെ സ്കിന്നിന് അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറിന് ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർംഫുൾ എഫക്ട്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് നമ്മൾ ഇറിറ്റന്റ് ഓർ ഹാർംഫുൾ എന്ന് പറയുന്നത്. ഇപ്പൊ സൈലീൻ ആയിക്കോട്ടെ, ഫോർമാലിൻ ആയിക്കോട്ടെ, അയഡിന്, അമോണിയ ഇതെല്ലാം നമുക്ക് ഹാർംഫുൾ ഓർ ഇറിറ്റന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. സോ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് കാര്യങ്ങൾ വിയർ ചെയ്യണം. നമുക്ക് സ്കിൻ കോണ്ടാക്ട് മാക്സിമം ഒഴിവാക്കണം. അതുപോലെ ഇൻഹെയിൽ ചെയ്യുന്നതും നമ്മൾ മാക്സിമം ഈ PPE ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് സ്കിന്നിനും അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻസിനൊക്കെ എന്തുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ കോസ് ആൻ എക്സ്പ്ലോസീവ് ഹസാർഡ്? ഓപ്ഷൻ എ formaldehyde, option B ethyl alcohol, option C isopropyl alcohol, option D diethyl ether. താഴെയുള്ളതിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത്, യെസ് കറക്റ്റ് ആൻസർ ഏതാണ്, ഡൈഇഥൈൽ ഈഥർ ആണ്. ഇതൊരു എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. നമ്മൾ ഓൾറെഡി ആ ഒരു ഏരിയ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Class A type of fire extinguisher can be used to treat fire involving dash as a fuel source. Option A combustible metal, option B electrical equipments, option C flammable liquid, option D ordinary combustible material. നമുക്ക് ഫ്ലെയിംസ് പല ടൈപ്പ് ഓഫ് ഫ്ലെയിംസ് ഉണ്ട് അല്ലെ, പല ടൈപ്പിൽ നമുക്ക് ഫ്ലെയിംസ് ഉണ്ടാവാം. ചിലത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കാരണം ഉണ്ടാവാം, ചിലത് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് കാരണം ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്ന ടൈപ്പ് സമയത്ത് ക്ലാസ് എ ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിംസിനെ ട്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓർഡിനറി കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആണ്. നമുക്ക് ഇവിടെ ക്ലാസസ് ഓഫ് ഫയർ പഠിക്കാനുണ്ട്. ഫയറിനെ തന്നെ ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ക്ലാസ് എ ടൈപ്പ് ഫയർ എന്ന് പറഞ്ഞാൽ ഈ കമ്പസ്റ്റബിൾ സോളിഡ്സ്, ഇപ്പൊ വുഡ്, പേപ്പർ, ക്ലോത്ത്, പ്ലാസ്റ്റിക് ഇതൊക്കെ കത്തിയിട്ടുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഫയർ ഇല്ലേ, അവരെയാണ് നമ്മൾ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷറും യൂസ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും. ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആണ്. ഫ്ലെയിമബിൾ ലിക്വിഡ്സും ഗ്യാസസും കാരണം ഉണ്ടാവുന്നതാണ് നമ്മൾ ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് NFPA സ്റ്റാൻഡേർഡിന്റെ ബേസ്ഡ് ആയുള്ളതാണ്. NFPA സ്റ്റാൻഡേർഡിന്റെ ബേസിലുള്ളതാണ്. NFPA എന്ന് പറഞ്ഞാൽ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷന്റെ അണ്ടറിൽ വരുന്നതാണ് നമുക്കിവിടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചതെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. കാരണം ക്ലാസ് ബിയില് നമുക്ക് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ് വരുന്നത്. ക്ലാസ് സിയില് ഫ്ലെയിമബിൾ ഗ്യാസസും ആണ് വരുന്നത്. കാരണം ഇലക്ട്രിക്കൽ ഫയറിന് അവിടെ നമ്മൾ ഈ ക്ലാസിന്റെ അണ്ടറിൽ വരുന്നില്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ കേസിൽ അവിടെ ക്ലാസ് സി എന്തായിട്ട് മാറും? ഈ ഒരു ഗ്യാസസ് ഇങ്ങോട്ട് വരും. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ ക്ലാസ് ബി ഫ്ലെയിമബിൾ ലിക്വിഡ്സും ക്ലാസ് സി ഫ്ലെയിമബിൾ ഗ്യാസസും ആണ്. ഇലക്ട്രിക്കൽ ഹസാർഡ് അവിടെ ഇല്ല. ഇലക്ട്രിക്കൽ ഫയറിന് അവിടെ ക്ലാസ് ഇല്ല. ഓക്കെ. NFP ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെയാണ് നിങ്ങൾ പറയേണ്ടത്. ക്ലാസ് ബിയിൽ ഫ്ലെയിമബിൾ ലിക്വിഡും ഗ്യാസും വരും. ക്ലാസ് സിയിൽ ഇലക്ട്രിക്കൽ ഫയർ വരും. ഇലക്ട്രിക്കൽ ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അണ്ടറിൽ വരുന്നതാണ് കാരണം ഉണ്ടാവുന്ന ഫയർ. ക്ലാസ് ഡിയിൽ കമ്പസ്റ്റബിൾ മെറ്റൽസ് ആണ് വരുന്നത്. ക്ലാസ് ഡിയിൽ ഇപ്പൊ സോഡിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം പോലെയുള്ള മെറ്റൽസ് ആണ് നമ്മൾ ക്ലാസ് ഡിയിൽ വരുന്നത്. ക്ലാസ് കെ ഓർ ക്ലാസ് എഫ് അവിടെയാണ് നമുക്ക് കുക്കിംഗ് ഓയിലും ഫാറ്റ്, ഇപ്പൊ വെജിറ്റബിൾ ഓയിൽസ്, ആനിമൽ ഫാറ്റ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ഫയർ വരുന്നത്. അല്ലെങ്കിൽ ഫയർ മീൻസ് വരുന്നത് നമുക്ക് ഈ ക്ലാസ് കെയിലാണ്. അപ്പോൾ NFPയും ഇന്ത്യൻ സ്റ്റാൻഡേർഡും ഉള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the major dry chemical used in ABC type fire extinguisher is option A potassium chloride, option B potassium bicarbonate, option C mono ammonium phosphate, option D carbon dioxide. ABC type fire extinguisher നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈ കെമിക്കൽ ഏതാണെന്നുള്ളത്. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ വരുന്നുണ്ട് അല്ലെ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ പഠിക്കാം. നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ വാട്ടർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഫയറിനാണെന്ന് നോക്കാം. സോ വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫയറിനാണ്? യെസ്, നമ്മൾ ക്ലാസ് എ ടൈപ്പ് ഓഫ് ഫയറിനാണ്. ക്ലാസ് എ ടൈപ്പ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ യെസ് ഏതായിരുന്നു? നമ്മള് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഓർഡിനറി മെറ്റീരിയൽസ് അല്ലെ, ഇപ്പൊ പേപ്പർ, വുഡ്, ക്ലോത്ത് ഒക്കെ കാരണം ഉണ്ടാവുന്ന ഫയർ ഉണ്ടാവില്ലേ, അത് കത്തിയിട്ടുണ്ടാവുന്ന ഫയേഴ്സിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കെടുത്താൻ പറ്റും. അത് ക്ലാസ് എ ടൈപ്പ് ഓഫ് ഫയർ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം. രണ്ടാമത്തത് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഫയറും അതുപോലെ തന്നെ ബി ടൈപ്പ് ഓഫ് ഫയർ. എ ടൈപ്പ് ഓഫ് ഫയർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടാവുന്ന ഫയറും. ബി ടൈപ്പ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലെയിമബിൾ ലിക്വിഡ്സും അതുപോലെ ഈ പേപ്പർ, വുഡ്, ക്ലോത്ത് പോലെയുള്ള സോളിഡ്സ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ഫയേഴ്സിന് നമുക്ക് ഈ ഫോംസ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഡ്രൈ കെമിക്കൽസ്. ഡ്രൈ കെമിക്കൽ എന്ന് പറയുമ്പോൾ ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉണ്ടാവും, BC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉണ്ടാവും. ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മൾ ജനറൽ ഫയറിന് യൂസ് ചെയ്യുന്നതാണ് ഈ ABC ടൈപ്പ് എന്ന് പറയും. അപ്പൊ ABC എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് എക്കും ക്ലാസ് ബിക്കും ക്ലാസ് സിക്കും യൂസ് ചെയ്യാം. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് യെസ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അതായിരുന്നു നമ്മളുടെ കോഴ്സ്. ആ ഡ്രൈ കെമിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇപ്പോ BC ടൈപ്പ് ആണെങ്കിൽ നമ്മൾ B ടൈപ്പ് ഫയറിനും C ടൈപ്പ് ഫയറിനും യൂസ് ചെയ്യാൻ പറ്റും. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് നമുക്ക് ഡ്രൈ കെമിക്കൽ ആയിട്ട് BC ടൈപ്പിൽ യൂസ് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. ABC ടൈപ്പിൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണെങ്കിൽ BC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഡൈ കെമിക്കൽ ആയിട്ട് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലെയിമബിൾ ലിക്വിഡ്സും അതുപോലെ ഇലക്ട്രിക്കൽ ഫയേഴ്സിനും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഡ്രൈ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് BC ടൈപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് B ടൈപ്പ്
ഫയറിനും സി ടൈപ്പ് ഫയറിനും യൂസ് ചെയ്യാം കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് ഓക്സിജനെ റീപ്ലേസ് ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ലിക്വിഡ് ഫയർസിന് ബി സി എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫ്ലേമബിൾ ലിക്വിഡ്സ് ആയിരുന്നു, സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആയിരുന്നു. സോ ഇലക്ട്രിക്കൽ ആൻഡ് ലിക്വിഡ് ഫയർസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ വെറ്റ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെ ടൈപ്പ് ഫയറിനാ. കെ ടൈപ്പ് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഓയിലും ഫാറ്റും ഒക്കെ കാരണം ഉണ്ടാവുന്ന ഫയർ ഉണ്ടാവില്ലേ? സോ അങ്ങനെയുള്ള ടൈപ്പ് ഫയേഴ്സിന് നമ്മൾ വെറ്റ് കെമിക്കൽസ് യൂസ് ചെയ്യുക. അവിടെ വെറ്റ് കെമിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം അസറ്റേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡ്രൈ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ പൗഡേഴ്സ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള പൗഡർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെറ്റൽസിന്റെ കേസിലാണ് കേട്ടോ. ഡ്രൈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് മെറ്റൽസിന്റെ കേസിൽ മെഗ്നീഷ്യം സോഡിയം കാരണം ഉണ്ടാവുന്ന മെറ്റൽസിൽ ഈ സോഡിയം ക്ലോറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രൈ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. D4 മെറ്റൽസ് ആയിരുന്നല്ലോ ഫയർ എന്ന് പറയും, മെറ്റൽ ഫയറിന് ഉണ്ടാവുന്ന ഫയർ ആയിരുന്നു. സോ അതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ ടൈപ്പ് ഓഫ് ഫയേഴ്സിന് നമുക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് കൊടുക്കും, ഫയറിനെ കെടുത്താൻ പറ്റും, ഫോംസ് ആഡ് ചെയ്യാം, ഡ്രൈ കെമിക്കൽസ് ആഡ് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ്. അപ്പോൾ ഓരോ ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷനിലും പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഫോമിനെ അല്ലെങ്കിൽ ഈ ഫയറിനെ കെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലും വെള്ളം എടുത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന ഫയറിനോ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് കാരണം ഉണ്ടാകുന്ന ഫയറിനോ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോന്നും എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മളുടെ ഒരു ഏരിയ ആയിരുന്നു, സിലബസിൽ ഒരു മൊഡ്യൂളിൽ ഒരു ഏരിയ ആയിരുന്നു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അതാണ് നോക്കുന്നത്, ഫസ്റ്റ് എയ്ഡ് ഇൻ ലാബ്. ആദ്യം നമ്മൾ നോക്കുന്നത് ആസിഡ് കാരണം ഉണ്ടാവുന്ന ബേൺസ് ആണ്. അല്ലെങ്കിൽ ആസിഡ് നമ്മൾ സ്കിന്നിൽ കോണ്ടാക്ട് വരിക, അല്ലെങ്കിൽ ഐയിൽ കോണ്ടാക്ട് വരിക, അല്ലെങ്കിൽ ആസിഡ് നമ്മൾ സോളോ ചെയ്യേ, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്സ് ആണ് എടുക്കേണ്ടത്? ഇപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിന്നിലാണ് നമുക്ക് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക, റിപ്പീറ്റ്ലി വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, 5% സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യെസ് ആ ഒരു സ്ഥലത്ത് ഒരു കോട്ടൺ സോക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു കോട്ടൺ എടുത്തിട്ട് ഈ 5% അക്വസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റഡ് ഏരിയ ഈ ഒരു കോട്ടൺ വൂൾ കൊണ്ട് ബാത്ത് ചെയ്യുക. അതാണ് നമ്മുടെ സ്കിന്നിൽ ആസിഡ് സ്പ്ലാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. ആദ്യം വെള്ളം കൊണ്ട് നല്ല റിപ്പീറ്റഡ്ലി കഴുകുക, അതിനുശേഷം 5% സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കോട്ടൺ വൂളിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ടൺ വൂൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ബാത്ത് ചെയ്യുക എന്നുള്ളത്. ഇനി കണ്ണിലാണ് ആവുന്നതെങ്കിൽ ആസിഡ്സ് നമ്മൾ കണ്ണിലാണ് ആവുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യെസ് ഇത് തന്നെ, നമ്മൾ കണ്ണിലേക്ക് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഐ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2% സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാവില്ലേ, അത് നമ്മൾ ഒരു 4 ഡ്രോപ്പ് നമ്മൾ കണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ അതിനുശേഷം ഫിസിഷ്യനെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം 2% സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ണിൽ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. സോ ഓർത്ത് വെക്കുക എന്താണ് അവിടെ ആഡ് ചെയ്തത്. ഇപ്പൊ കയ്യിലാണെങ്കിൽ നമ്മൾ 5% സോഡിയം കാർബണേറ്റ്, കണ്ണിലാണെങ്കിൽ 2% സോഡിയം ബൈകാർബണേറ്റ് ആണ് കൊടുക്കുന്നത്. ഇനി അഥവാ നമ്മൾ സോളോ ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ 5% സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. ആസിഡ് സോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിന് കുടിക്കാൻ കൊടുക്കുക 5% സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. സോപ്പ് സൊല്യൂഷനോ മഗ്നീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനോ പേഷ്യന്റിന് എന്ത് ചെയ്യുക, കുടിക്കാൻ കൊടുക്കുക. അതിന് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 2 എഗ് വൈറ്റ് ഒരു 500 ml വാട്ടറിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിൽക്കിൽ മിക്സ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കൊടുക്കുക, എന്നിട്ട് ഫിസിഷ്യനെ എന്ത് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആസിഡ് സോളോ ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, 5% സോപ്പ് സൊല്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ കൊടുക്കുക, അതും അല്ലെങ്കിൽ 2 എഗ് വൈറ്റ് നമ്മൾ മിൽക്കിലോ വാട്ടറിലോ
മിക്സ് ചെയ്തിട്ട് 500 ml മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ആൽക്കലി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ നമ്മളുടെ ബോഡിയിലാവേ അല്ലെങ്കിൽ നമ്മൾ കണ്ണിലാവേ അല്ലെങ്കിൽ സോളോ ചെയ്തു പോവുകയാണെങ്കിൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ട് ലാർജ് ക്വാണ്ടിറ്റി വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സ്കിന്നിലാവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5% അസിഡിക്, കാരണം ആൽക്കലി ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ 5% സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5% അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള വിനെഗറോ യൂസ് ചെയ്യാം. ആൽക്കലി സ്പ്ലാഷ് ഉണ്ടാകുമ്പോൾ 5% അസറ്റിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ണിലാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അവിടെ നമ്മൾ 2% സോഡിയം ബൈകാർബണേറ്റ് അല്ലേ യൂസ് ചെയ്തത്, ഇവിടെ സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ സോപ്പ് സൊല്യൂഷനും മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ ആണ് കൊടുത്തെങ്കിൽ ഇവിടെ 5% അസറ്റിക് ആസിഡോ ലെമൺ ജ്യൂസോ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള വിനെഗറോ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു 3 to 5 ഗ്ലാസസ് ഓഫ് വാട്ടർ കൊടുക്കുക. ലിപ്പും ടോണും ബേൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ 5% അസറ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. നിങ്ങൾ ആലോചിക്കുക, ആൽക്കലി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബേൺസ് വന്നാൽ ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആസിഡ് ആണ് നമുക്ക് സ്പ്ലാഷും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആൽക്കലി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. എന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പൊ നമ്മൾ സോളോ ചെയ്യുന്ന സമയത്ത് എന്താ കൊടുക്കുന്നത്, കണ്ണിലാവുന്ന സമയത്ത് എന്താ കൊടുക്കുന്നത്, നമ്മുടെ സ്കിന്നിലാവുന്ന സമയത്ത് എന്താ കൊടുക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.